പ്രൈസ് ദ ലോർഡ്. ജോയൽ ജിജനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവൻ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് മണി ഇല്ല, അല്ലെങ്കിൽ ഒരു കൺവേർഷൻ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ധ്യാനം കൂടിയിട്ട് എനിക്ക് ഒരു പ്രത്യേകം ഒരു അനുഭവം ഉണ്ടായ എനിക്ക് ഒരിക്കലും ഓർക്കാൻ പറ്റൂല. ബിക്കോസ് അവൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. അവൻ ചെറുപ്പം മുതലേ മാതാപിതാക്കൾ അവന് കൊടുത്തിരിക്കുന്ന ആ ശിക്ഷണം, അതായത് ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും എളിമയിലും വളരാനായിട്ട് അവൻ അവന്റെ ഭവനത്തിൽ നിന്നും തന്നെ പഠിച്ചതായിരുന്നു. അത് കാരണം ഞാൻ ഓർക്കുവാണ്, അവൻ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വെറും 16 വയസ്സുള്ളായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുവാണ്, ആ ദിവസങ്ങള് ഈ കൊച്ച് ജസ്റ്റ് 16 വയസ്സേ ഉള്ളൂ, പക്ഷെ അവൻ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശരിക്കും ആ ദൈവഭക്തിയും ദൈവഭയവും അവന്റെ ആ വിശ്വാസവും അവന്റെ ആ ജ്വലനവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനും ഉപരി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ആയിരുന്നു. അതായത് നമുക്ക് ഒരിക്കലും തോന്നുമില്ല നമ്മൾ ഒരു കുട്ടിയുടെ കൂടെ ശുശ്രൂഷ ചെയ്യുവാന്ന്. മുതിർന്നവരുടെ പോലത്തെ ഒരു പ്രത്യേക ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ആയിരുന്നു. ഞാൻ ഓർക്കുവാണ്, ഓണസ്റ്റ്ലി ഇറ്റ് ഈസ് റാദർ മൈ പ്രിവിലേജ് ആൻഡ് മൈ ഓണർ അവനെ സ്റ്റേജിൽ ഇങ്ങനെ മൈക്കിലൂടെ വചനം പറയുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മൈക്ക് എടുത്ത് യേശുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുവാണ്. അത്രയ്ക്കും കഠിനഹൃദയമായുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് യേശുവിനെ വിളിക്കുന്നു. അവിടെ ഭയങ്കര ഒരു ഡെലിവറൻസ് ശുശ്രൂഷ നടക്കുന്നു. അവൻ കൈവച്ച് പലരുടെ മേളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവരുടെ മേൽ ഹീലിംഗ് ശുശ്രൂഷകളൊക്കെ നടത്തിയിട്ടുണ്ട് അവൻ. അപ്പൊ ഞാൻ ഓർക്കുവാണ്, ആ പ്രായം മുതലേ കർത്താവ് ശരിക്കും അവനെ വിളിച്ചതായിരുന്നു, പേര് ചൊല്ലി വിളിച്ചതായിരുന്നു. അത് ഒരുപക്ഷെ അവൻ അത് അറിയായിരുന്നു. ജോയൽ ജിജോ നെവർ ഹാഡ് എ ഡൗട്ട് ഇൻ ഹിസ് ഹാർട്ട് ദാറ്റ് ഈശോ എന്നെ ഇതിനു വേണ്ടി വിളിച്ചതാണോ എന്ന്. അവൻ ശുശ്രൂഷ ചെയ്യുന്നത് വെറും ഞാൻ പറഞ്ഞിട്ടോ അല്ലെ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടാലച്ചൻ വിളിച്ചിട്ടോ ഒന്നും ശുശ്രൂഷ ചെയ്ത ഒരു പയ്യനല്ല. അവൻ ശരിക്കും ഈശോന്റെ ആ കോളിംഗ് അനുസരിച്ച് അവൻ ആ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. അവൻ അറിയായിരുന്നു ഈശോ എന്നെ പ്രത്യേകം ദൈവരാജ്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതാണെന്ന്. ഞാൻ ഓർക്കുവാണ്, മണിക്കൂറോളം ചിലപ്പം വിശ്വാസം ഇല്ലാത്ത കുട്ടികളുടെ കൂടെ ഇരുന്ന് അവൻ ഈശോനെ കുറിച്ച് അത്രയ്ക്കും പേഷ്യന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പല പല സ്ഥലത്തൊക്കെ അവൻ കൗൺസിലിംഗ് പോലും ചെയ്യുമായിരുന്നു. പ്രേസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും കുട്ടികളെല്ലാം കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നതും അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും അവനോട് പറയുമായിരുന്നു, എടാ ജോയലെ, ഐനിഷാന്റിക്ക് പെട്ടെന്ന് തന്നെ റിട്ടയർ ആവാം, നീ മാത്രം ഒരു കുട്ടി മതി ഈ US ദേശത്തെ മൊത്തം ഇളക്കി മറിക്കാനായിട്ട്. ഞാൻ ഓർക്കുക, പല പല സ്റ്റേറ്റുകളില് ഈശോ അവനെ പോകുവാനായിട്ട് അനുവദിച്ചു. സ്റ്റേറ്റ് മാത്രമല്ല, ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ പോയിട്ട് അവൻ ദൈവ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു, എപ്പോഴും റെഡിയാണ്, വചനം പറയാനായിട്ട് റെഡിയാണ്. അതായത്, ആന്റി ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വരാം, അങ്ങനെ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. മോനെ, അടുത്ത ഒരു സെഷൻ ഉണ്ട്, നീ എടുക്കാമോ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടി വചനം പറയും. അതായത് നാവ് വചനം കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുവാണ്, ഒരു ദിവസം ഞാൻ ഈ ക്വാറന്റീൻ്റെ ഒക്കെ മുമ്പിലുള്ള സമയമാണ്, അവരുടെ വീട്ടിൽ പോകാനിടയായി. അപ്പൊ ഞങ്ങൾ ഒരു റിട്രീറ്റിന് വേണ്ടി ഞാനും അവനും അവന്റെ അമ്മയും ഞങ്ങൾ 3 പേരും ഈ റിട്രീറ്റ് സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ഓർക്കുവാണ്, അവന്റെ മമ്മി ലൈല ചേച്ചി ആദ്യം ഒരു ജപമാല ചൊല്ലി. ജോയൽ ജിജോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുവാണ്. അവന്റെ കയ്യിൽ കൊന്ത ഒരു സൈഡിൽ ഇങ്ങനെ അവൻ വെച്ചിട്ട് മമ്മിയുടെ കൂടെ അവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഉടനെ ഇങ്ങനെ വചനം പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓർക്കുവാണ്, 1 മണിക്കൂർ മൊത്തം ലൈല ചേച്ചി വചനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേക കാര്യമാണ്, ഈ കുഞ്ഞ് അതിന് ഒരു തടസ്സം ഒന്നും പറയുന്നില്ല, അവൻ അമ്മയോടൊപ്പം വചനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതായത് അവന് വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയായ കാരണം അവന് അത് പറയുന്നത് എപ്പോഴും ഒരു സന്തോഷമായിരുന്നു. അത് മാത്രമല്ല, പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജോയൽ ജിജോന്റെ ജീവിതത്തിലെ സ്പിരിച്വൽ സീക്രട്ട് എന്തുവാണ്? അവന്റെ ജീവിതത്തിലെ സ്പിരിച്വൽ സീക്രട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴമുള്ള എളിമയായിരുന്നു, ഡീപ്പ് ഹ്യൂമിലിറ്റി. ശരിക്കും ആ ഡീപ്പ് ഹ്യൂമിലിറ്റി കാരണമാണ് അവന് ഭയങ്കരമായിട്ടും ഒബേ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓർക്കുവാണ്, കുഞ്ഞു കാര്യങ്ങൾ പോലും. ഇപ്പൊ അവൻ 22-ാം വയസ്സിലാണ് പോയത്. ഈവൻ മരിക്കുന്നതിന്റെ ഒരു 2 ആഴ്ച മുമ്പേ ഒരു സ്ഥലത്ത് പോണായിരുന്നു. അപ്പൊ അവൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുവാണ്, ആന്റി എനിക്ക് ഇന്ന സ്ഥലത്ത് പോണം, ഞാൻ പൊക്കോട്ടെ. അപ്പൊ എന്നെ പോലും അത് ഭയങ്കര സ്പർശിച്ച കാര്യമാണ്. ഇവൻ ഇത്ര ഒരു മെച്യൂർ അഡൾട്ട് ആണ്, ഇവൻ ഇതെന്നോട് ചോദിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ അതായിരുന്നു അവന്റെ സ്പിരിച്വൽ എൽഡറിനോടുള്ള ആ ഒബീഡിയൻസ്, ആ വിധേയത്വം.
അത് വരുന്നത് ശരിക്കും ആ ഒരു ഡീപ്പ് ഹ്യൂമിലിറ്റി എന്നായിരുന്നു. ശരിക്കും എന്നെ പോലും എന്റെ സ്പിരിച്വൽ ലൈഫിനെ ചാലഞ്ച് ചെയ്തതാണ് ജോയൽ ജിജോ. ബിക്കോസ് അവൻ എപ്പോഴും വചനം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ആഴത്തിലായിരുന്നു വചനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ 3 മെയിൻ തീംസ് ആയിരുന്നു. ഫസ്റ്റ് തീം ഇതായിരുന്നു, ദൈവസ്നേഹം. അപ്പൊ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊള്ളുന്ന പോലെയാണ്. അതായത് ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. അത് എല്ലാം അവന്റെ ടോക്സിനകത്ത് ആ കൊച്ചു എല്ലാ പ്രാവശ്യം അത് പറയുമായിരുന്നു. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ജോയലിന്റെ എല്ലാം പ്രാർത്ഥനയ്ക്കകത്ത് അവൻ പറയുന്ന ഒരു കാര്യമായിരുന്നു, അബ്ബാ ഫാദർ, അബ്ബാ ഫാദർ. എപ്പോഴും അബ്ബാ പിതാവിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. ഞാൻ ഓർക്കുവാണ്, അങ്ങനെ പിതാവിന്റെ സ്നേഹം അതായിരുന്നു അവൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. 2, പാപത്തിൽ വീഴുവാണെങ്കിൽ തിരിച്ചു വരണം, പെട്ടെന്ന് തന്നെ തിരിച്ചെഴുന്നേറ്റ് വരണം. അവന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വേഴ്സസ് നമുക്കറിയാം ജെറമയ 29:11 ആണ്. അതോടൊപ്പം അവന്റെ വേറൊരു വചനമായിരുന്നു അവന് ഇഷ്ടമുള്ള വചനം, ജോയൽ പ്രവാചകന്റെ 2-ാം അധ്യായം 12-ാം വാക്യം, ജോയൽ 2:12. അത് ഇങ്ങനെയാണ് പറയുന്നത്, റിട്ടേൺ ടു മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്, കം ടു മീ വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് വിത്ത് വീപ്പിംഗ് ആൻഡ് വിത്ത് മോർണിംഗ്. തിരിച്ചു വിളിക്കുവാണ് കർത്താവ്, തിരിച്ചു വിളിക്കുവാണ്, റിട്ടേൺ ടു മീ. അപ്പൊ അവന്റെ ഒരു മെയിൻ തീമായിരുന്നു റിപ്പന്റൻസ്. വെറുതെ ഈശോയുടെ അടുത്ത് വരരുത്, ശരിക്കും അത്രയ്ക്കും അനുദപിച്ച് കൺഫെഷൻ കുമ്പസാരത്തിന് പോയിട്ട് എന്നിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അങ്ങനെ ഹോളിനെസ്സിന് വേണ്ടി ഒത്തിരിയും വില കൊടുത്ത ഒരു കുട്ടിയായിരുന്നു നമ്മളുടെ ജോയൽ ജിജോ. അതോടൊപ്പം ഞാൻ ഓർക്കുവാണ്, 3-ാമത്തെ ഒരു കാര്യം അവൻ എപ്പോഴും പറയുന്നായിരുന്നു, നമ്മളുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങൾ പാടില്ല. അപ്പൊ അവൻ എപ്പോഴും അവന്റെ ഒരു ടോക്ക് ആയിരുന്നു ഏബ്രഹാം ആൻഡ് ഐസക്. അതായത് അബ്രാഹത്തിന്റെ ഇസഹാക്ക് ഒരു ഐഡലായിരുന്നു. അപ്പൊ അവൻ എപ്പോഴും ഈ യൂത്തിനോട് പറയുന്ന ഒരു കാര്യമായിരുന്നു, അതായത് നമ്മൾ ജീവിതത്തിൽ ഏത് നിലയിൽ എത്തിയാലും എവിടെയാണെങ്കിൽ പോലും എപ്പോഴും ഈശോ ആയിരിക്കണം നമ്മളുടെ നമ്പർ 1 ഫോക്കസ്. അതായത് അവൻ പറയുന്ന എപ്പോഴും ഒരു കാര്യമായിരുന്നു, ചിലപ്പോൾ ഫോൺ ആയിരിക്കും ഒരു ഐഡൽ, ചിലപ്പം വേറെ എന്തെങ്കിലും ലോകത്തിന്റെ വേൾഡ്ലിനെസ് ആയിരിക്കും ഐഡൽ. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഈവൻ പേരൻസ് പോലും ഒരു ഐഡൽ ആവാൻ പാടില്ല. അങ്ങനത്തെ ആഴമായ കാര്യങ്ങളായിരുന്നു അവൻ യുവജനങ്ങളോട് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന കാര്യം എല്ലാം അവൻ അവന്റെ പ്രൈവറ്റ് ലൈഫിനകത്ത് അവൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞാൻ ഓർക്കുവാണ്, ഒരു ധ്യാനത്തിലോ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാല് ശരിക്കും നോക്കി കണ്ടും എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ അവന് നന്നായി അറിയാം. നമ്മൾ അവനോട് ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല, ജോയിലെ മോനെ ഇത് ചെയ്യാമോ, മോനെ അത് ചെയ്യാമോ, ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യം വന്നില്ല. എല്ലാം നോക്കി കണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും. ശരിക്കും ഈ US മിനിസ്ട്രിക്ക് ഒരു വലിയൊരു ബാക്ക് ബോൺ ആയിരുന്നു നമ്മളുടെ ജോയൽ ജിജോ. ഞാൻ ഓർക്കുവാണ്, ഒരു പ്രാവശ്യം ഒരു ടോക്ക് കഴിഞ്ഞിട്ട്, അപ്പൊ ഒത്തിരിയും കുട്ടികളുണ്ട്, അനേക കുട്ടികൾ അവിടെ ഇരിക്കുവാണ്. അപ്പൊ ഞാൻ ടോക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഇവൻ 2 കരങ്ങളും ഉയർത്തി മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അവൻ ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കർത്താവെ, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു അഭിഷേകം ഉണ്ടാവട്ടെ, കർത്താവെ ഇവരെ ഈശോന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അത് എന്നെ പോലും ടച്ച് ചെയ്തു, എന്നെ പോലും എന്റെ സ്പിരിച്വൽ ലൈഫിനെ ചാലഞ്ച് ചെയ്തതാണ്. അതായത് ജസ്റ്റ് വചനം പറയുന്ന കുട്ടി മാത്രമല്ലായിരുന്നു, അവൻ ആക്ഷൻ സോങ് ചെയ്യും, അവൻ ചിലപ്പോൾ അടുക്കളയിൽ പോയി ക്ലീനിങ് ചെയ്യും, ചിലപ്പോൾ തറ തൂക്കും, അതോടൊപ്പം അവൻ ഇന്റർസീഡ് ചെയ്യും. എത്രയോ നൈറ്റ് വിജിലുകളിനകത്ത് യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി അവൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അവന്റെ എപ്പോഴും ഹൃദയത്തിൽ ഒരു ഭാരമായിരുന്നു, ഈശോനെ അറിയാത്ത യൂത്ത് എല്ലാം ഈശോയിലേക്ക് ഒരു ദിവസം വരണം. ഒരുപക്ഷെ അവന്റെ ഹൃദയത്തിൽ ആ ഇവാഞ്ചലൈസേഷൻ, അതായത് വേൾഡ് ഇവാഞ്ചലൈസേഷന്റെ ഒരു സ്പിരിറ്റ് ഉള്ള കാരണമായിരിക്കും അവൻ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ അവൻ പറയാം, യെസ് ഐ എം റെഡി ടു ബിക്കം എ മാർട്ടർ, ഞാൻ ഈശോന് വേണ്ടി മരിക്കാൻ റെഡിയാണ്. പക്ഷെ അതോടൊപ്പം അവൻ എപ്പോഴും ഒരു കാര്യം പറയുമായിരുന്നു, അതായത് വി ഹാവ് ടു ഡൈ എവറി ഡേ ഇൻ ആർ സ്പിരിച്വൽ ലൈഫ് ടു സീ ജീസസ്. എന്നെ ഒത്തിരി ടച്ച് ചെയ്ത ഒരു കാര്യമാണ്. അവൻ എപ്പോഴും പറയുമായിരുന്നു, എല്ലാ ദിവസം നമ്മളുടെ ലൗകിക ആഗ്രഹങ്ങള്, അല്ലെ നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ സെൽഫിഷ്നെസ്, നമ്മളുടെ പ്രൈഡ്, അതിലേക്കെല്ലാം നമ്മൾ ഓരോ ദിവസം അനുദിനം നമ്മൾ മരിക്കണം. ഞാൻ ഓർക്കുവാണ്, ഈ US ജീവിക്കുമ്പോൾ ശരിക്കും എന്തുമാത്രം കംഫർട്ട്സ് ഉണ്ട്, പക്ഷെ പല കംഫർട്ട്സും നോ പറഞ്ഞ് ശരിക്കും ഒരു ലൈഫ് ഓഫ് മോർട്ടിഫിക്കേഷൻ, അല്ലെ വളരെ ഒരു സെയിന്റ്ലി ലൈഫാണ് ആ കുട്ടി ഈ ലോകത്തിൽ ജീവിച്ചത്. ഞാൻ ഓർക്കുവാണ്, അവന് 4 വർഷം യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനായിട്ട്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയതാണ്. അപ്പൊ ശരിക്കും പഠിത്തം നല്ല ഡിഫിക്കൽട്ട് ആണ് പഠിത്തം.
അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ജോയലെ മോനെ, ഇനി നിനക്ക് ശുശ്രൂഷയ്ക്ക് വരാൻ പറ്റുമോ? ആന്റി വേണമെങ്കിൽ നിനക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് തരാം. പക്ഷെ അവൻ മോസ്റ്റ് ഓഫ് ദ ടൈംസ് പറ്റുന്ന സമയത്തെല്ലാം, വീക്കെൻഡുകള് എല്ലാം അവൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമായിരുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ കൊച്ചു ഹോംവർക്ക് ചെയ്യുന്നത്? ഇത്രയും അധികം ദൈവരാജ്യത്തിന് വേണ്ടി അത്രയ്ക്കും അവൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കുട്ടിക്ക് അവൻ എങ്ങനെയാ സമയം കിട്ടുന്നത്? പക്ഷെ ഈശോ എന്തോ ഒരു എക്സ്ട്രോർഡിനറി കുട്ടിയായ കാരണം അവൻ അതിനൊക്കെ, ഹോംവർക്കിനൊക്കെ സമയമൊക്കെ കണ്ടെത്തി. എനിക്ക് ഇത്രയും പറയാനുള്ളൂ, ആ 4 വർഷ സമയത്ത് അവൻ ഈശോന് ഫസ്റ്റ് പ്ലേസ് കൊടുത്ത കാരണം, അവന്റെ ഒരു ഫേവറേറ്റ് വചനമാണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് വേഴ്സസ്, Matthew 6:33. Seek first the kingdom of God and all the other things shall be added unto you. അത് കാരണമായിരിക്കും അവന് സ്കോളർഷിപ്പ് കിട്ടിയാണ് അവൻ ആ 4 വർഷം മൊത്തം പാസ് ചെയ്തതും. അതും A+ ആയിരുന്നു അവന്റെ എല്ലാ സബ്ജക്ട്സിനകത്ത് അവൻ കിട്ടിയത്. അപ്പോ അങ്ങനെ അവൻ എപ്പോഴും യുവജനങ്ങളോട് പറയുന്ന ഒരു കാര്യമായിരുന്നു, പ്രയോറിറ്റൈസ് ജീസസ്. നിങ്ങൾ ഈശോന് ഒന്നാം സ്ഥാനം കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ പഠിത്തവും ജോലി മേഖല എല്ലാം ഈശോ ഏറ്റെടുക്കും. അത് കാരണമായിരിക്കും അവന് പെട്ടെന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടി. നല്ല ഒരു സ്ഥലത്ത്, ചേസ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. ഞാൻ ഓർക്കുവാണ് പ്രിയപ്പെട്ടവരെ, ജോലി ഉണ്ടായിരുന്നു, അതോടൊപ്പം മാസ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ ഓർക്കുവാണ്, ഒരു നിമിഷം പോലും സമയം കളഞ്ഞിട്ടില്ല. വീക്കെൻഡുകളൊക്കെ സൂമിനകത്ത് നല്ല ടെക് സപ്പോർട്ട് ആയിരുന്നു. ഞങ്ങളുടെ എല്ലാം സൂം റിട്രീറ്റ്സ് ശരിക്കും അതൊക്കെ ചെയ്തത് ജോയൽ ജിജോ ആണ്. വെബ്സൈറ്റ് ചെയ്തത് മൊത്തം നമ്മളുടെ AFCM അനോയിന്റിംഗ് ഫയറിന്റെ വെബ്സൈറ്റ് അതൊക്കെ ജോയലാ ചെയ്തത്. പല ആൾക്കാർ പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുമ്പോൾ അതൊക്കെ ജോയലാണ് അതിന് ആൻസർ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഒരു വ്യക്തി ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്? മാതാപിതാക്കളെ നോക്കുന്നു, മിനിസ്ട്രി കാര്യങ്ങൾ ചെയ്യുന്നു, പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, അതോടൊപ്പം ഫ്രണ്ട്സിനെ പോലും അവന്റെ രീതിയിൽ അവരെയും കൂടി എന്റർടൈൻ ചെയ്യുന്നു. ഇതെല്ലാം എങ്ങനെയാണ് ഈ കുട്ടി ചെയ്യുന്നത്? ശരിക്കും ഒരു അസാധാരണമായ ഒരു അഭിഷേകം കർത്താവ് ജോയൽ ജിജോന്റെ മേലിൽ ചൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവൻ ഇവൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കാന്ന് എനിക്കറിയാം. അപ്പൊ അവൻ ഓർക്കുമായിരിക്കും, ഈശോ എനിക്കതൊന്നും വേണ്ട. ബിക്കോസ് അവൻ അത്രയ്ക്കും ഹമ്പിൾ ആയിരുന്നു. ഈ ലോകത്തിന് വേണ്ടി അവൻ ഒന്നും ചെയ്തിട്ടില്ല. അവൻ ചെയ്തതെല്ലാം അവന്റെ ഈശോന് വേണ്ടിയാ ചെയ്തത്. ഒരു പക്ഷെ അവൻ, യെസ് ഈശോയെ, ഐ എം റെഡി ടു ഡൈ ഫോർ യു, ഐ എം റെഡി ടു ടേക്ക് അപ്പ് മാർട്ടിർഡം, ഐ എം റെഡി ഫോർ വേൾഡ് ഇവാഞ്ചലൈസേഷൻ. ഒരു പക്ഷെ അത് കാരണമായിരിക്കും അവൻ അന്ന് കൂട്ടുകാരുടെ കൂടെ ആ ബോട്ടിൽ പോയപ്പോഴത്തേക്ക് അവന്റെ ഹൃദയത്തിൽ, ഞാൻ ഓർക്കുക, ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവനെ ലാസ്റ്റ് അവനോട് എന്റെ കോൺവെർസേഷൻ ഇതായിരുന്നു. ഈ മരിക്കുന്നതിന്റെ 2 ആഴ്ച മുമ്പേ അവൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, നാഷണൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റില്. അപ്പൊ അവൻ പറഞ്ഞ ഇതാണ്, ആന്റി, എന്റെ ഹൃദയത്തിൽ ഓൺലി നൗ ദർ ഇസ് വൺ ഡിസയർ ടു ഇവാഞ്ചലൈസ്. എനിക്ക് ഇനിയും ചെയ്യണം ആന്റി, എനിക്ക് ഇനിയും ആത്മാക്കളെ രക്ഷിക്കണം ആന്റി, അതിനുവേണ്ടി ആന്റി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. ചിലപ്പോ അത് കാരണമായിരിക്കും അവൻ ആ ലാസ്റ്റ് എല്ലാരോടും യാത്ര പറഞ്ഞു പോയത്. ഈ ക്വാറന്റീന്റെ സമയത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റിയില്ല. പക്ഷെ മേ ബി അവന്റെ ഒരു അന്ത്യയാത്രയായിരിക്കും. ആ ക്വാറന്റീന്റെ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴത്തേക്ക് അവൻ പോകുന്നതിന്റെ 2 ആഴ്ച മുമ്പേ അവന് എല്ലാ ടീം മെമ്പേഴ്സിനെ കാണാൻ പറ്റി. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അവൻ സ്നേഹിക്കുകയും ആ ചിരിയോടെ എല്ലാവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെ കണ്ടാലും പെട്ടെന്ന് മുട്ടുകുത്തി നിന്നിട്ട് പറയും, എന്നെ ഒന്ന് ബ്ലെസ് ചെയ്യാമോ? എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്നെ ഒന്ന് ബ്ലെസ് ചെയ്യാമോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അപ്പൊ ഞാൻ ഓർക്കുവാണ്, അവൻ ആ ബോട്ടിൽ പോയപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഈശോയുടെ ഒരു ക്രൂസിഫിക്സ് പോലെ ഒരു ചരട് എപ്പോഴും അവന്റെ കഴുത്തേലുണ്ടായിരുന്നു, ഒരിക്കലും മാറ്റത്തില്ല. അത് അവന്റെ ഒരു ഇവാഞ്ചലൈസേഷൻ ആയിരുന്നു. എല്ലാവരും കാണണം, ദാറ്റ് ഐ ബിലോങ് ടു ജീസസ്. എപ്പോഴും അവന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പോ ആ ബോട്ടിൽ പോയപ്പോഴത്തേക്ക് അവന്റെ ആ ക്രൂസിഫിക്സ് അത് ഊരി വെച്ചു, അവന്റെ ടീഷർട്ട് ഊരി, അവന്റെ ബാഗിനകത്ത് അവന്റെ ബൈബിൾ ഉണ്ട്. എന്നിട്ട് അവൻ ജമ്പ് ചെയ്ത് അവന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ പോയി. ഒരുപക്ഷെ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഈശോ ഒരു മെസ്സേജ് തരുന്നതാണ് ത്രൂ ജോയൽ ജിജോ. നമ്മൾ ഈ ലോകത്തിൽ നിന്നും പോകുമ്പോൾ ഒന്നും എടുത്തോണ്ട് പോകത്തില്ല. വി വിൽ ഗോ ആൻഡ് മീറ്റ് ആർ ജീസസ്. ഇന്ന് ഫിസിക്കലി ജോയൽ നമ്മളുടെ കൂടെ ഇല്ല, പക്ഷെ നമുക്കറിയാം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ നമ്മളുടെ ഒരു കുഞ്ഞു സഹോദരൻ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെല്ലാരെയും നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ജോയൽ ജിജോ എപ്പോഴും പറയുന്ന ഇതായിരുന്നു, ഫോക്കസ് ഓൺ ജീസസ്. അത് കാരണം ജോയലിന്റെ ഈ 22 വയസ്സുള്ള ബ്യൂട്ടിഫുൾ വാല്യുബിൾ ആ ലൈഫ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് ചിലപ്പം 2 ദിവസം ജീവിക്കാം, ഇനി ചിലപ്പോൾ നമുക്ക് 2 വർഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെ 20 വർഷമായിരിക്കും. പക്ഷെ ഓരോ ദിവസം, ഓരോ മിനിറ്റും, ഓരോ മൊമെന്റും നമ്മളുടെ ഈശോന് വേണ്ടി നമുക്ക് ജീവിക്കണം. നമ്മൾ ഈ നിമിഷം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മൊമെന്റ് ഈശോയുടെ മുഖം കാണണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.
ജോയൽ ജിജോന്റെ വാക്കുകളിൽ, ബി ഹോളി ആൻഡ് ബി ഓൺ ഫയർ. ആമേൻ.